ഹായ് ഗൈസ്, വെൽക്കം. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്. കുറേ ആയി വീഡിയോ ഇങ്ങനെ എടുക്കണം വിചാരിച്ചപ്പോൾ ഇന്നലെ എടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അതിന് ഒഴിവ് കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ എടുക്കാൻ കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് 10ാം ക്ലാസ്സത്തെ റിസൾട്ട് വരാണ്. അതേമാതിരി നമ്മൾ നാളെ ഒരു സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. സ്ഥലമൊക്കെ എന്താ സസ്പെൻസാണ്. അതൊക്കെ അടുത്ത വീഡിയോയിൽ അങ്ങനെ പറയാം. പിന്നെന്താ, ഇന്ന് റിസൾട്ട് അറിയണോണ്ട് ഞങ്ങളൊരു മാമൻ്റെ രണ്ടാമത്തെ കുട്ടി, ഓന് 10ലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്നലെ വരിക. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ. എന്നിട്ട് അങ്ങോട്ട് പോകും. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ അന്ന് വീഡിയോ എടുത്തത്. പിന്നെ ഇന്ന് കുറേ വിശേഷങ്ങൾ എടുക്കാനുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ വിശേഷങ്ങൾ എടുക്കാനുള്ള ദിവസം എന്താ പറയുക, വീഡിയോ എടുക്കാൻ. അപ്പോൾ ഈ ദിവസം കുറേ വിശേഷങ്ങളുള്ള ദിവസമാണ്. പറഞ്ഞില്ലേ, ഒരു സ്ഥലത്തേക്ക് പോകേണ്ട, അതിൻ്റെ തലേ ദിവസമാണെന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഉമ്മ അവിടെ പായസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാം. എന്താ നമുക്ക് കഴിയണതിരി നമ്മളെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഉമ്മ പായസം ഉണ്ടാക്കണോടത്ത് പോയേക്കാം. ഗൈസ്, നമ്മുടെ പായസത്തിനുള്ളതൊക്കെയാണ് ഞാൻ കാണിച്ചോട്ടെ. പായസം ഉണ്ടാക്കാനുള്ളല്ലേ ഇത്? ചോറ്, പിന്നെ അതൊരു തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ്. എന്നാലും ഇവിടെ ബീഫാണ്. ബീഫുണ്ട്. ഇത് രണ്ടാം പാട്, ഇത് 3 ഇതുണ്ട്. അവിടെ പായസം ഉണ്ടാക്കുകയാണ്. പുറത്ത് പോവാം. വീഡിയോ എന്താ ഇവിടെ അവിടെ ഞാൻ മറ്റേ ലോക്ക വിചാരിച്ച് കുറേ നോക്കിയേ. ഞാൻ പോയി അപ്പോൾ ചെറിയ അനിയത്തി ഇവിടെ ഉണ്ട്. ഓളെ കാണിച്ചവർക്ക് ബ്രെഡ് തിന്ന് ബ്രെഡ് തിന്നാ ഞങ്ങൾക്കൊന്നുമില്ലേ? ഇപ്പൊ വേണ്ട. ഓളെ മൂടി ചിക്കുർബണ്ടി വേണം. പുറത്തൊന്നും ഇവിടെ ഒരു സമാധാനം. അപ്പോൾ എല്ലാവരും കഴിയുന്നത്രേ സപ്പോർട്ട് ചെയ്യുക. അവിടെ വന്നിരി. ഇപ്പം തന്നെ വീഡിയോ അതിൻ്റെ പേര് എനിക്ക് എന്തല്ല. അപ്പോൾ അങ്ങനെ പൊരിഞ്ഞ വെയിലാണ്, സഹിച്ചാൻ കഴിയാത്ത വെയിലാണ്. ആവിയൊക്കെ മേലേക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന വീഡിയോ വേറെ വരും. നിങ്ങൾ ചോദിച്ചാൽ ഇടും. അത് ഞാൻ വിചാരിക്കണം. നമ്മൾ നാളെ പോണ സ്ഥലം വൈബ് സ്ഥലമാണ്. വൈബ് ഛർദ്ദിച്ച് പറയാതെ വന്നാൽ മതി. ഞങ്ങളെല്ലാവരും കാറിൽ പോകുമ്പോൾ ബസ്സിൽ പോണൊക്കെ ഛർദ്ദിച്ച ആൾക്കാരാണ്. ലൈൻ ബസ്സിലാകുമ്പോ കുഴപ്പമില്ല. അതാണ് ബസ് ആകുമ്പോഴാണ്. ടൂറിസ്റ്റ് ബസ്, കാറ് പിന്നെ AC ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ കുടുംബക്കാരൊക്കെ തിരുവാലിയിലാണ്. പിന്നെ ഗൈസ് ഇവിടെ പൊരിഞ്ഞ വെയിലാണ്. ഞാൻ കാണിച്ചു. ഞങ്ങള് വന്ന ടൈമിൽ ഇവിടെ ഫുള്ള് ഡബ്ബർ കാര്യങ്ങളൊക്കെ നല്ല തണലേന്. പക്ഷെ എന്നും അടിച്ചതിന്റെ അവസ്ഥയാണ്. പക്ഷെ ഇപ്പൊ ഡബ്ബർ പോയപ്പോഴാണ് അതിന്റെ കഴിഞ്ഞ കൊല്ലത്തെയാണ് ഡബ്ബർ വെട്ടി ഇവിടെ പ്ലോട്ടാക്കി. ഇപ്പോ കുറെ ആൾക്കാർ സ്ഥലമൊക്കെ വാങ്ങിയേക്കണ്. അവിടെ ഒരു തറട്ടിക്കണ്, ഇവിടെ ഒരു തറട്ട്. അവിടെ തറട്ട് ഞങ്ങളെ കുടുംബക്കാരനെയും കാണിച്ചു തരാം.
കണ്ടോ ക്ലിയർ? അയ്യോ ഫോക്കസ് അല്ലേ ഇനി തോന്നുന്നു. കണ്ടോ അവിടെ കല്ലുള്ളത്? ഇത് അതൊരു പ്ലോട്ടാ. അവിടത്തെയാണ് ഞങ്ങൾ കുടുംബക്കാർ. പിന്നെ അവിടെയാണ് ഒന്ന്. പിന്നെ അടിയിൽ പിന്നെ അവിടെ ഒരു അടിയിലൊരു ഷെഡ് ഉണ്ട്. ഇത് ഉമ്മാന്റെ സ്കൂട്ടി. പച്ച കിണറാണ് നമ്മള് വേഗം വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പൈസ ഒക്കെ ഉണ്ടാവുമ്പോ ഫാം അവിടെ ഞങ്ങള് അവിടെ കൊറേ തെങ്ങുള്ള സ്ഥലം. ഇതാ ഈ തെങ്ങൊക്കെ ഉള്ള സ്ഥലം. അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞങ്ങൾ നനക്കാൻ പോകലുണ്ട്. മീൻസ് അവിടെ ഒരു ഫാമാണ്. ഫാം മീൻസ് കോഴിയൊന്നുമല്ല, കൊറേ എന്താ പറയാ ആദ്യല്ലേ അത് നമ്മളിങ്ങോട്ട് വരുന്നതിന്റെ മുന്നേ കൊറേ ഇതേമാതിരി തെങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, പിന്നെ അമ്പഴങ്ങന്റെ ചെറിയൊരു ചെടികളുണ്ട്, പിന്നെ പേരക്കുണ്ട്, ചിക്കുണ്ട്, പിന്നെ റംബുട്ടാൻ്റെ ഉണ്ട്. റംബുട്ടാൻ ഇപ്പോ കായ ഉണ്ടായിക്കണ്. ഇനി കൊറേ പച്ചയൊക്കെ കൊറേ ചാടിയൊക്കെ ഉണ്ട് വലുതായിട്ടോ, ചൂടായിട്ടോ. അങ്ങനെ അപ്പൊ അങ്ങോട്ട് പോണ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തുടങ്ങുന്ന ഒരു പക്ഷെ ഈ വീഡിയോ കാണുമ്പോ ഒരു ചമ്മലാണ്. ഞങ്ങൾ ആദ്യം വേറൊരു ചാനലില് അവിടെ പോയിരുന്നു. വേറൊരു ചാനലില് ഞങ്ങൾ ഇതേപോലെ എന്താ പറയാ ക്രാഫ്റ്റ് വീഡിയോസും അത് കുറെ വിട്ടിട്ടില്ല. ഞാൻ BTSന്റെ വീഡിയോസ് ഒക്കെ, ഞാൻ BTS ഫാനാണ്. BTSന്റെ ബ്ലാക്ക് പിങ്കിന്റെ ഒക്കെ റൂമൊക്കെ പരിചയപ്പെടുത്താനുള്ളൂ. റൂമൊന്നും പറ്റില്ല. നമ്മളെ റൂം അത്ര വലിയ മേനൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഞങ്ങൾ കിടക്കണ റൂമിൽ റൂമിൽ കിടക്കല്. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഇടയിൽ കോള് വന്നു. റൂമിൻ്റെ ഒറ്റേന് പറഞ്ഞേ, റൂമല്ല മേനൊന്നുമല്ല, എല്ലാവരും ഒപ്പം കടക്കലൊക്കെ. എന്തായാലും ഇനി ഞങ്ങൾ റൂമിൽ നിന്ന് പുറത്താക്കി. ഇപ്പാനെ ഞങ്ങൾ വീഡിയോ എടുത്ത റൂമിലാണ് ഇപ്പം ഒറ്റ കിടക്കും. പക്ഷെ ഇന്ന് കടക്കലിൻ്റെ പോയി. ഇമ്മയും കുട്ടിയും ഞങ്ങൾ കുട്ടീനെ വിളിച്ചിട്ട് മറ്റോളെ ജനിച്ചപ്പോൾ മുതലേ കുട്ടി 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 പറഞ്ഞാണ്. കേട്ടും ചെയ്തു. ഇത് പകുതിക്ക് വെച്ച് ചെക്കാണ്. അപ്പോൾ അന്തമുട്ട് അമ്പത്ത് കയറി കിട്ടും. എന്തായാലും നമുക്ക് ഒന്ന് പോവാം. കോള് വന്നതാണ് ഇതാക്കിയത്. മാനേഴ്സിലിരിക്കുക. ലൈറ്റ് ഇട്ടായിരുന്നു. നടക്കട്ടെ ലൈറ്റ് ഇത് പൈപ്പ് ഇട്ടോ? പൈപ്പ് ഇതിക്കിടാനുള്ളതാണ്. ചെന്ത് പരങ്ങനോ അവിടെ കയറിക്കാൻ. നല്ല മണം. മൂന്ന് ഫസ്റ്റ് വരും. 3 പറഞ്ഞു 2 പറഞ്ഞു 1 വരും. നല്ല സ്മെല്ല്. ഇതോ ഏലക്കായോ? ഗൈസ്, അപ്പം നമ്മൾ അടുക്കളയിൽ നിന്ന് പോകുന്നത്. നമുക്ക് ഇന്നാണ് നമ്മൾ പോകണം. അപ്പോൾ നാളെ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ഉണ്ടോ? ഡ്രസ്സൊക്കെ ഉണ്ട്. എൻ്റെ ടവലൊക്കെ ഞാൻ എടുത്തിട്ട് തന്നെ അല്ല. ഈ കളറുള്ള സാധനമാണ് ഒരു തിരുമ്പലിന് പോരാ. എനിക്ക് പിന്നെ ശരിക്കും ഞങ്ങൾക്ക് രണ്ടാക്കും ടവൽ തന്നെ അല്ല, ഇതിൻ്റെ മാൻ്റെ ടവല. ഇതൊന്നിച്ചിടാനുള്ളതാ. ഇന്നിടാനുള്ളതാ. മടക്കിയൊക്കെ നാളെ നമ്മൾ ഇതൊക്കെ ചത്തുമാരാവും.
കെട്ടിച്ചനെ കണ്ടിട്ട് ഞാൻ ദേശം പല എത്തിക്ക് ജോറിനെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്താ പറയണ്ടെന്ന് മനസ്സിലുണ്ട്, പക്ഷെ പുറത്ത് അതന്നെ. ഇതിന്റെ പാൻറ് ഇതിന്റെ പാൻറ് ഇത് മീഷോന്ന് വാങ്ങിയതാണ് ഗൈസ്. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. നല്ല പാൻറ് കേട്ടോ. ഇതിന്റെ കളർ പോയോ? ഈ കളറ് ഇവിടെ ഇങ്ങനെ വേറെ കളറായിട്ടാണ്. തരാം ഗൈസ്. ഇനി നമുക്ക് പായസം ഇടാം. ഗൈസ് ഫസ്റ്റ് വീഡിയോ നല്ല ലോങ് ആക്കണ്ട ഗൈസ്. ചക്കയാണ്, ചക്ക ചക്ക. ഞാൻ പാൻറ് പൊടിച്ചിറക്കും. അപ്പോൾ പായസം ചക്കനുണ്ട്. പഴഞ്ചക്കയാണ് ഗൈസ്. ഇവിടുത്തെ ഫാറ്റ് ഫുൾ ഒച്ചുമ്പളിയാവും. മഴ പെയ്യുന്ന മഴ പെയ്യുന്ന സൗണ്ടാണ്. ഉമ്മച്ചോട് പറഞ്ഞു ഉമ്മച്ചി നട്ടേന്ന് ഉമ്മമാനെ വിളിച്ചാ ഗൈസ്. ഉമ്മച്ചീനെ ഉമ്മാന്ന് വിളിച്ചു, ഉമ്മാനെ ഉമ്മാന്ന് വിളിച്ചു. അതൊക്കെയാണ് ഞങ്ങൾ പ്രത്യേകതകൾ. അപ്പം നമ്മളെ ഈ പോണ സ്ഥലത്തേക്ക് ഉമ്മാന്റെ കസിൻസ് അല്ലേ, സോറി ഉമ്മാന്റെ അനിയത്തി ആള് ചിക്കി ചിങ്കി. ഉമ്മാന്റെ അനിയത്തിയാളും ഉമ്മാന്റെ ആപ്പാപ്പാന്റെ കുട്ടികളും രണ്ടാൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളും എങ്ങടാ പോണേ പറഞ്ഞില്ലല്ലോ. ഉമ്മാന്റെ ചെറിയ എനിക്ക് സ്ഥലത്ത് പോകാം. തലേന്ന് തന്നെ എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്ത് അതാണ്. അല്ലെങ്കിൽ ഞങ്ങള് വേഗം പോകുമായിരുന്നു ഗൈസ്. റിസൾട്ടുള്ളത് കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. കഴിഞ്ഞിട്ട് ഓരോട്ട് പൊരിച്ചിട്ടൊക്കെ പോകുള്ളൂ. മാർക്ക് പറഞ്ഞാൽ കൗരവങ്ങോട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പായസമായിട്ട് കാണാറുണ്ട്. പിന്നെ ചക്ക അതാണ് നമ്മൾ വീഡിയോ ഇപ്പം എന്തായാലും പിന്നെ കാണാം. അപ്പോൾ ഗൈസ് കുടിയൊക്കെ കഴിഞ്ഞ് എൻ്റെ മുടിയൊക്കെ ഉണങ്ങി. മുടിയൊക്കെ ഉണങ്ങി. നമുക്കിനി മാമനടുത്ത് പോകണം. ഈ മാമ ആരാന്ന് വിചാരിച്ചിട്ടുണ്ടാവൂല്. മാമ ഇപ്പാൻ്റെ കാക്കുൻ്റെ ഭാര്യ. ശരിക്കും അങ്ങനെ മൂത്തമ്മയാണ് മാമനൊക്കെ. അപ്പം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യണം അല്ലേ? മേക്കപ്പ് അറിയാനൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇതിൻ്റെ പാൻറ്റേ ആയിരുന്നു. നാത്തൊട്ട കുപ്പായാണത്. വീഡിയോ വേണ്ടി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാം. കുടിച്ചോ? ഇവിടെ എന്താ എൻ്റെ ഇവിടെ എന്താ എന്തോ മുറി ആയതാ തോന്നുന്നു. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓവർ നമ്മളെ ജനലിൻ്റെ അവിടെ ആയതുകൊണ്ട് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസറാണ് തേക്കുന്നത്. യെസ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഒരു ക്യാമറമാനായി മാറി. ആദ്യം ഒരു ക്യാമറ കൊണ്ടുവന്നിട്ടല്ലേ സൺസ്ക്രീൻ ഒന്നും കാണിച്ചു കൊടുക്കണ്ട. പോൺസിൻ്റെ കേട്ടോ സൺസ്ക്രീൻ ഗൈസ്. മോയ്സ്ചറൈസർ ഹിമാലയയുടെ നല്ലതാണ്. കുറേ അങ്ങോട്ട് പോകല്ലേ. നല്ല എടുത്തേക്ക് അധികം വേണ്ട. രണ്ട് ലിപ്സ്റ്റിക്കാണ് കണ്ടിട്ടുള്ളത്. ലിപ്സ്റ്റിക് ആകെ ഉണ്ടെന്നാണ്. നമ്മൾ സൺസ്ക്രീൻ തേക്കാം. അതെന്താ അങ്ങനെ തേച്ചെന്ന് ഓർക്കരുത് ഗൈസ്. അത് തുറന്നപ്പോൾ വന്നതാണ് ഗൈസ്. പോൺസിൻ്റെ ഫെയർ ലെവലിൻ്റെ മണം. നമ്മളെ വേറൊരു സൺസ്ക്രീം ഉണ്ട്. ഓയിൽ സ്കിൻ ഡ്രൈ സ്കിന്നിന് അയക്കണേ.
ഇത് തേച്ച ഓയിൽ സ്കിൻ ആവൂലേ? അല്ലെങ്കിൽ തന്നെ എൻ്റെ ഓയിൽ സ്കിൻ ഹൈമക്കൂടെ പിന്നെ എനിക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും അധികം തോന്നണില്ല. ഫെയർലോയിൻ്റെ മണം തന്നെ. പിന്നെ മണവും നല്ല രസമായിരുന്നു. പൗഡർ ഇടും, പിന്നെ ലിബാമ ലിപ്സ്റ്റിക്കും. ദാറ്റ്സ് ഓൾ ഗൈസ്. കമ്മലുണങ്ങിയോ? നമ്മൾ പൗഡർ ഇടാം. പായസം റെഡി ആയിട്ടുണ്ട്. പായസം റെഡി ആക്കണം. കുളിയൊക്കെ കഴിഞ്ഞ് ചോറുന്ന കഴിഞ്ഞിട്ട് ഇച്ച് മരിക്ക് മുടി ക്യാമറ ഇങ്ങോട്ട് നോക്കണേ. എന്നാ നോക്കിയാലോ? എന്തായാലും നോക്കിയാൽ മതി. കുറച്ചുകൂടി ഇട്ടാം. എനിക്കിതിനെ കാണണ്ടാവില്ലേ? ഇഞ്ചി എടുക്കണം. ചൊറിയണം. നമ്മൾ കുറച്ച് ലിബാം വേക്കാം. ഇതേതാ? സ്ട്രോബെറിൻ്റെ. ഫോക്കസ് ഇട്ടില്ല. പിന്നെ ബ്രൗൺ ലിപ്സ്റ്റിക്ക്. ഇതൊക്കെ കൊണ്ടുപോകണ്ടേ? മിന്നാത്തൻ്റെ അടുത്തുണ്ടാവില്ലേ? എൻ്റെ ഇടയിൽ സ്റ്റെക്കായില്ലേ? ഡാൽജാറിൻ്റെ ലിപ്സ്റ്റിക്ക് ബ്രൗൺ കളർ. അലൈനർ എനിക്ക് ഇടണം പൊതുവെ ഇഷ്ടമല്ല. അലൈനർ ഇടില്ല. ഞാൻ കട്ട് ചെയ്ത് എൻ്റെ ലിപ്സ്റ്റിക്ക് അതിലേക്ക് ഇടട്ടെ. ഗൈസ്, അപ്പം മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ മേക്കപ്പ് എടുക്കാൻ നിന്നാൽ ലാഗാവും ഗൈസ്. ഞാൻ സ്വന്തം മേക്കപ്പ്. അപ്പം നമുക്ക് പായസം കഴിക്കും. പായസം എൻ്റെ മുടി പറഞ്ഞിട്ടില്ല. മുടി കെട്ടാണ്ട് വാർന്ന് വെച്ചാൽ എൻ്റെ മുടി കെട്ടണം. എൻ്റെ ബണ്ണി വായിച്ചു. അല്ല തേങ്ങ. എവിടെയാണ് പായസം? സൂപ്പർ സൂപ്പർ പായസം. ചോറ് മതിയാക്കിയോ? ഞാൻ തവറൊക്കെ വെച്ചിട്ടാണ് ചോറ്. എന്തായാലും മുടി ഇട്ടട്ടെ. മുടി എത്തിയിട്ടുണ്ട്. നമുക്ക് പായസം വെച്ച് നോക്കാം. രസമുണ്ട്. ഓർക്കെടുക്കാൻ വെള്ളമൊന്നും മതി. അതത് ഞാൻ പോകട്ടെ. അപ്പം കാണിച്ചരാ. മുന്നിലോട്ടോ പാവട്ടോ. ആ ചൂടുണ്ട്. സത്യകാലമാണ്. ഞങ്ങളെല്ലാവരും പായസം കൊടുത്തത്. നല്ല വെളിച്ചുണ്ട് ഇവിടെ.